നമസ്കാരം. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. റിസൾട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. റിസൾട്ട് പ്രഖ്യാപനം. അടുത്ത മന്ത്രിസഭ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മന്ത്രിസഭ 8ാം തീയതി, ഈ മാസം 8ാം തീയതി അധികാരമേറ്റെടുത്ത് മോദി സർക്കാരിൻ്റെ 3ാം ഊഴത്തിന് തയ്യാറെടുക്കുകയുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആൾക്കാർക്ക് ജയത്തിൻ്റെ പൂർണ്ണ സന്തോഷമോ അല്ലെങ്കിൽ തോറ്റുപോയ ആൾക്കാർക്ക് തോൽവിയുടെ പൂർണ്ണ നിരാശയോ നൽകാത്ത വളരെ വിചിത്രമായ ഒരു വിധി വന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഫലം ആദ്യമായിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിലെ ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത, അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സാമൂഹിക നിരീക്ഷകനുമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ തന്നെ ഒരു സംഭാഷണമാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം രഞ്ജിത്ത് കാർത്തികേയൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ജയിച്ചവർക്ക് പൂർണ്ണ സന്തോഷമില്ല, തോറ്റവർക്ക് അത്ര ദുഃഖമില്ല എന്ന് മാത്രമല്ല, അവരും ആഘോഷിക്കുകയാണ്. വളരെ വളരെ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത്, ഫലമല്ലേ ഇത്? എല്ലാവരെയും വളരെ, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളെങ്കിലും സത്യമായിട്ട് സത്യമാണ്. അപ്പോ ഇത് എല്ലാവരെയും തെറ്റിച്ചുകൊണ്ട് ഒരു 400 നിന്ന് തുടങ്ങി 272 മതി, ഞാൻ എല്ലാരെയും പറ്റിച്ചെന്ന് പറയുന്ന ലെവലിൽ വരെ എത്തിയ ഒരു ഭീകരമായ, എന്നിട്ട് അതുപോലും എത്താതെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അത് വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, എസ്പെഷ്യലി ഒരു നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണെങ്കിൽ പോലും അതിനെയൊക്കെ വളരെ ആഴത്തിൽ ഒരു വികാരമായി കൊണ്ട് നടക്കുന്നവരൊക്കെ ഇൻഡെപ്ത് ഒരു അനാലിസിസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു തമാശോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല അതിനകത്ത്. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു 3 കാരണം, നമ്മൾ ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 3 കാരണം എന്തായിരിക്കും? 400 പാർ എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അതൊരു ഒരു വിളംബരമാണ്. അതൊരു ജോഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിളംബരമാണ്. ആക്ച്വലായിട്ട് അതൊരു 350, 370 വരെ പോകുമെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ കുത്തനെ താഴേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്തായിരിക്കും ഒരു പ്രധാനപ്പെട്ട 2 or 3 കാരണങ്ങൾ? ഇതിന് 2 പാർട്ടുണ്ട്. ഒന്ന്, ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദേ ഡു എന്നുള്ളതാണ്. 2, ഈ NDA എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു 2 പാർട്ടായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഭാഗത്ത് പ്രവർത്തനത്തിലെ കുറവ്, മറുഭാഗത്ത് എന്താണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഇന്ത്യ സഖ്യം ഒരു കോബിൾ ചെയ്ത് എനിക്കൊന്നും 1 വർഷത്തോളം ആയിന്ന് തോന്നുന്നു. ഇത് ചെയ്ത് 1.5 വർഷമായി. എനിക്കൊന്ന് നിതീഷ് കുമാർ ആണ് ആദ്യം ഇതിനെ തുടങ്ങി വെച്ചതെങ്കിലും അദ്ദേഹം ഇല്ലാത്ത ഒരു സഖ്യമായിട്ട് ഇത് മുന്നോട്ട് പോയി. പക്ഷേ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അതിതീവ്ര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ മുതൽ ഏറ്റവും ഈ പറയുന്ന പോലെ ശിവസേന പോലുള്ള റൈറ്റ് വിങ് അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിയിൽ ജനിച്ച ആളുകൾ വരെയുള്ളൊരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഒരു മുന്നണിയാണത്. അപ്പൊ അതിന് ഈ പറയുന്ന ഇലക്ഷൻ വരെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ. ഇടയ്ക്ക് കുറെ കല്ലുകൾ ഉണ്ടായിരുന്നു. അതായത് മമത ഇതിന്റെ കൂടെ ഇല്ല, ഇങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ പോലും അവരിത് സംഹൗ ദേ മാനേജ്ഡ് ഈ ഇലക്ഷൻ വരെ ഇതിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ. അത് അങ്ങനെ വെറുതെ എത്തുമോ? ഒരു കാരണവും ഇല്ലാതെ, അല്ലെങ്കിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ഫാബ്രിക് ഇല്ലാതെ, ഒരു ഗ്ലൂ ഇല്ലാതെ ഇത് എത്തില്ല. അവിടേക്കാണ് നമ്മളൊരു സീരിയസ് അനാലിസിസ് നമുക്ക് വേണ്ടത്. എനിക്കൊന്നു രാജേഷ് ജി എന്നെ ഒരുപാട് പ്രാവശ്യം ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. മേ ബി നമ്മുടെ കോൺവെർസേഷനിൽ അത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പോകും. ഇപ്പോഴത്തെ സാധനം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ
ആളുകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടത് അവരുടെ ലൈവ്ലിഹുഡ് തന്നെയാണ് എന്നുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ ആ അറിവിനെ അഡ്രസ് ചെയ്യാത്ത ഒരു സിസ്റ്റം ഉണ്ടായി. അതായത് ഡെവലപ്മെൻ്റ് ആണ്, ഒരു ഗ്ലോബൽ ലീഡറാണ്, വിശ്വഗുരുവാണ്, GDP ഗ്രോത്ത് ആണ്, ഇതെല്ലാം വേണം. ഞാൻ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇപ്പം കഴിഞ്ഞ ഇത് ഇലക്ഷന് പോലും ഒരു ഫാർമർ ഡിസ്ട്രസ് റിലീസിന് വേണ്ടി ഒരു 6,000 രൂപ ഇടുന്നു എന്ന് പറയുന്നൊരു ഒരു ഒരു പ്രഖ്യാപനം ഉണ്ടായി. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൾറെഡി ഡിസ്ബേഴ്സും ചെയ്തു. ഇപ്രാവശ്യം അതുപോലും വേണ്ട, എൻ്റെ സദ്ഭരണം കാരണം ആ സദ്ഭരണത്തിലുള്ളൊരു കോൺഫിഡൻസ് ഒരു അറഗൻസിൻ്റെ ലെവലിലോട്ട് പോയി. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, 400 പാർ എന്ന് പറഞ്ഞ് തുടങ്ങിയ നറേഷൻ മോദിക്ക് ഗ്യാരണ്ടിയിലെത്തി. മോദി എന്ന് പറയുന്ന ഒരു സിംഗിൾ വ്യക്തിയിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയി ക്യാമ്പയിൻ മോഡ്യൂൾസും ആ സ്ട്രാറ്റജിയിലുണ്ടായിട്ടുള്ള ഇതാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഏറ്റവും ഒരു വലിയ ഒരു ഡിസ്കണക്ട് അതിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ മറുഭാഗത്തിൻ്റെ കാര്യം പറയട്ടെ. മറുഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചു. ആ ഒരുമിച്ചതിൻ്റെ പിന്നിൽ ഇവർക്കുള്ള വികാരം എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇതൊരു ലാസ്റ്റ് ചാൻസ് ടു സർവൈവ് ആണ്. ഈ പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നേരിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഒരു തോന്നൽ. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് സർവൈവൽ ഫോർ ഈ സിംഹവും മാനിന്റെ കാര്യം പറയുന്ന പോലെ മാൻ ഓടുന്നത് മുഴുവൻ അതിന്റെ ജീവൻ രക്ഷിക്കാനും സിംഹം അതിന്റെ വിശപ്പടക്കാനും വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരുമിച്ച് വന്നാണ്. പക്ഷേ അങ്ങ് പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഉരുട്ടിക്കൊണ്ട് പോകാനുണ്ടായ ആ ഫ്യൂവൽ ഇവർക്ക് കിട്ടിയത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നാണ്. നമുക്ക് തെളിവില്ലാതെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ തെളിവുകളുണ്ട്. ആക്വിസിഷൻ അല്ല, കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു പെർട്ടിക്കുലർ പേര് നമ്മൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്, ജോർജ് സോറസിന്റെ ഇൻവോൾവ്മെന്റ്. അത് എന്തുകൊണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓപ്പൺ ആയിട്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭരണം മാറണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡാവോസ് ഉച്ചകോടിയിൽ പോലും പരസ്യമായി പറഞ്ഞ ഒരാളാണ്. അപ്പൊ നമുക്കതൊരു അത് ചെറിയൊരു കാര്യമല്ല, രഹസ്യമായിട്ട് വയ്ക്കേണ്ട കാര്യം മാത്രമല്ല. സോറോസ് ഇത് പല രാജ്യങ്ങളിൽ ചെയ്തതാണ്. അപ്പം ഈ ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന ഫൗണ്ടേഷനൊക്കെ അതിന്റെ ഒരു എന്താ അതിന്റെ ഒരു ഐഡിയോളജി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഐഡിയോളജി പറയുന്നത് ഇതിന് ഒരു ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ ഇതിന് വേണ്ട ബിയോണ്ട് ബോർഡേഴ്സ് ഹ്യൂമാനിറ്റി എന്നൊക്കെ, ഡെമോക്രസിയിൽ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ. പൊന്നു സാറേ, ഇത് മൊത്തം കള്ളത്തരം. അതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പൊ ജോർജ് സോറോസിനെ കുറിച്ച് കുറേ ഇങ്ങനെ ഈ പറയുന്ന ഐഡിയോളജിയുടെ മറവിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അരാജകത്വമാണ്. നത്തിങ് എൽസ് ബട്ട് അരാജകത്വം. ഈ അരാജകത്വം ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുക, ഒരു സൊസൈറ്റിയും ഒരുമിച്ച് പ്രോഗ്രസ് ചെയ്യാതിരിക്കുക, അത് അഷ്വർ ചെയ്യുക. ഇപ്പം ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഇവർക്കൊക്കെ. ഇയാളിനി ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് പൊങ്ങി വരാൻ പാടില്ല. ഇന്ത്യക്കുള്ളിൽ സ്ഥിരമായി വലിയ അഴിമതിയും എല്ലാ വർഷവും കലണ്ടർ പോലെ വർഗീയ ലഹളയും ഈ പറയുന്ന പട്ടിണിയും പരിവട്ടവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ സോറോസ് ഒരിടത്തും ഇല്ലായിരുന്നു. സോറോസിന് ഇന്ത്യ ഇൻട്രസ്റ്റും അല്ല. ഇന്ത്യ പൊങ്ങി വരുന്നു എന്ന് കണ്ടു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഒരു പതനം മുതൽ പണം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതെ. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതുപോലുള്ള അരാജകത്വം ഉണ്ടാക്കുക, അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുക. എക്സാക്ട്ലി. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നത് എപ്പോഴാണ്? ഇപ്പം UPA 1 and 2 ഒരു അടിമത്വത്തിന്റെ ഒരു പാതയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അമേരിക്ക പറയുകയാണ് നിങ്ങൾ ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കില്ല. ഓയിൽ ഫോർ ഫുഡിൽ നിങ്ങൾ റുപ്പി പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ചെയ്യും. അങ്ങനെ തന്നെ അത് ആയിക്കോട്ടെ അടിയൻ. അവര് നമ്മളുമായിട്ടൊരു ആണവ കരാർ ചെയ്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് മാറി ഇവിടെ ഓരോ കാര്യവും ചെയ്യുമ്പോഴും, അതായത് ഉക്രൈൻ റഷ്യ വാർ വരുമ്പോൾ ഒരു മാൻഡേറ്റ് ഉണ്ടാകുന്നു, നിങ്ങൾ ഓയിൽ അവിടെ നിന്ന് വാങ്ങിക്കരുത്.
അപ്പോൾ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഉച്ചയ്ക്ക് വാങ്ങിക്കുന്നതിൻ്റെ അത്രയും പോലും ഞാൻ മേടിക്കുന്നില്ല എന്ന് പറയാൻ ആർജവമുള്ളൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഏർണിങ്സ് വരുന്നത് എവിടെ നിന്നറിയാമോ? റിഫൈൻഡ് ഓയിലിൽ നിന്നാണ്. ഏതാണ്ട് $86 ബില്യൺ. അതായത് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാർ, GDP-യുടെ 8% ഗ്രോത്ത് ഉണ്ടാക്കി ആളുകളെ മുഴുവൻ അതിശയിപ്പിച്ച സർക്കാർ, ഇതൊരിക്കലും ഒരു വെസ്റ്റേൺ വേൾഡിന് അംഗീകരിക്കാൻ ദഹിക്കില്ല. അല്ല, ഈ സോറോസ് ഈ പറയുന്ന ഓപ്പൺ സൊസൈറ്റി അയാൾക്ക് അത്ര വലിയ നെഞ്ചോടെ ചേർക്കുന്ന ആദർശമാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ചൈനയിലാണ്. അതെ, ചൈനയിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇന്ത്യ പോലെ ഒരു എമർജിങ് എക്കോണമി, എമർജിങ് സോഷ്യൽ ലൈഫ് ഉള്ള ഒരു രാജ്യത്തെ അയാൾ തകർക്കുക. നമ്മൾ അതിന്റെ ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ട് എന്നുള്ളതിനെ പറ്റി കൂടുതൽ നമ്മൾക്ക് ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത് ദാറ്റ് ഹാസ് ബീൻ പ്രൂവൺ. ഇവർ ഫണ്ട് ചെയ്യുന്ന ആളുകൾ. അപ്പം ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് നടക്കുന്നത് ഇയാളുടെ ഭാരത് യാത്ര ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രയിലാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ പങ്കെടുത്തിരുന്നു, കന്യാകുമാരി മുതൽ. അപ്പം ഇത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്, ഫണ്ട് ചെയ്തിരുന്നത്, ഇപ്പോ പലപ്പോഴും പറയുന്നത് നമുക്ക് ഇലക്ഷൻ ചെയ്യാൻ പോലും പണമില്ല. അത് വേറൊരു വലിയ കള്ളത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഫണ്ടിന്റെ ഇങ്ങനെ ഒരു ഇൻഫ്ലോ ഉണ്ടെന്ന് കണ്ടുകൊണ്ടും മറ്റേത് കട്ടായതും ആവാം. അതെ. അപ്പോ ബേസിക്കലി ഫണ്ടിങ് ഹാപ്പൻഡ് ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ്. അപ്പൊ ഇത് ഒരു വശത്ത് ഒരു വളരെ ഒരു 10 തലയുള്ള രാവണന്റെ ഒരു തല മാത്രമേ ആവുന്നു സോറസ്. എക്സാക്ട്ലി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ വേൾഡിന്റെ ഡീപ് സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ പവേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇവരുടെ എല്ലാ ആവശ്യം എന്താ? മോദി ഇറങ്ങുക. അത് കാരണം ഇൻകറപ്റ്റബിൾ ആണ്. അതെ, നമ്മൾ ഇത് ഞാൻ ഒരു കാര്യത്തിലും പെടുത്താൻ. അപ്പോ ബേസിക്കലി നമ്മൾ കൺഫെഷൻസ് ഓഫ് എൻ എക്കണോമിക് ഹിറ്റ്മാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ജോൺ പെർക്കിൻസ് എന്ന് പറയുന്ന ഈ എക്കണോമിക് ഹിറ്റ്മാൻ ആയിരുന്ന ഒരാളുടെ ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് മാറി അതൊരു CIA ഓപ്പറേഷനെ പറ്റിയാണ് അത് പറയുന്നത്. അവരെങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെയും കറപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻഡലിൽ പെടുത്തുക. ഇതൊന്നും നടന്നില്ലെങ്കിൽ അവരൊരു ജക്കോളിനെ ഇറക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജക്കോൾസ് എന്ന് പറയുന്നത് ഇവരുടെ വധിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലെ ഒന്നിൽ അവരെ കറപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഡ്രഗ് ഡീൽ എന്നും പറഞ്ഞ് പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആളുകൾക്കും ഈ പറയുന്ന ഫ്ലൈറ്റ് ക്രാഷിൽ മരിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ഇതിൽ അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി വാസ് ദേർ. അത് CIA ഓപ്പറേറ്റീവ് ആയിരുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഒരു രീതിയിലും ഇദ്ദേഹത്തിന് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലായി. കറപ്റ്റ് അല്ല. ഇതില് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇടയ്ക്ക് പറയാം. രാജീവ് ഗാന്ധി ഒരു ഗുഡ് ഇന്റൻഷനോട് കൂടി അയാൾ ഈ പറയുന്ന സാഹചര്യത്തിലൂടെ പ്രധാനമന്ത്രി ആയതാണ്. പക്ഷെ ഒരു ഗുഡ് ഇന്റൻഷൻ തകർത്ത് അദ്ദേഹത്തെ ഈ വെബിലേക്ക് ഇട്ടത് ബോഫോഴ്സ്. കറക്റ്റ്. അതൊരു എക്കണോമിക് ഹിറ്റ് ജോബ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും ഭാരതത്തിനെ ഒരു കൈപ്പിടിക്കാത്ത നിർത്താൻ വേണ്ടി നോക്കുന്ന ഒരു ഫുൾ വേൾഡാണ്. അതായത് ഒരു 300 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. ചൈന മുതൽ ഞാൻ ചൈനയുടെ കാര്യമാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. ഈ പറയുന്ന പോലെ നമ്മൾ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ് ഇപ്പം സാങ്കേതികത്വം പറഞ്ഞ് കോടതി ഇതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ന്യൂസ് ക്ലിക്കിൻ്റെ ഇത് സാങ്കേതികമായിട്ടാണ് ആൾക്കാരെ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവർ ചെയ്തത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് രൂപ മേടിച്ചുകൊണ്ട് ഈ രാജ്യത്ത്, അതിൻ്റെ പിന്നിൽ ചൈനയാണ്. അപ്പം ചൈനയുണ്ട്, സോറോസ് ഉണ്ട്, ഈ US ഉണ്ട്, വെസ്റ്റേൺ വേൾഡ് ഉണ്ട്. ഇതെല്ലാം പുറമെ ഒരു ഇസ്ലാമിക് ഫണ്ടിങ് ഉണ്ട്, ഒരു ടെറർ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഈ ജിഹാദി ഫണ്ടിങ് എന്നൊക്കെ പറയാം. ഇതൊക്കെ ആള് തുറന്ന് പറയാൻ ചിലപ്പം ഒരു പക്ഷേ ഇത് ചെയ്യാനിരിക്കും. പക്ഷെ അത് ഒരു നാച്ചുറൽ. ഇത് ഈ ഒരു 5% 10% ഉള്ള മുസ്ലിം പോപ്പുലേഷനെ മുഴുവൻ ഒരു നിർത്തുന്നത് ഈ പറയുന്ന ഒരു ചെറിയ പോർഷൻ ടെറർ ഗ്രൂപ്പിൻ്റെയാണ്. അവരൊരു ടെററൈസ് ചെയ്ത് അവരുടെ ആളുകളെ തന്നെ ടെററൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈവൻ ദോ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ പോലും ഇതിനകത്ത് അപ്പം ഓവറോൾ ഒരു വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ബേസ്. അപ്പൊ അതിന് പറ്റിയ ഒരാളെ കിട്ടി.
രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ടോട്ടലി ഡിസിൻട്രസ്റ്റഡ് പേഴ്സൺ, പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ ഇതിനകത്ത് പെട്ടുപോയതിനെ പറ്റി വളരെ ലാമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു ഐക്കണൈസ് ചെയ്യാൻ കിട്ടി. എല്ലാവർക്കും സന്തോഷമാണ്. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ വേറെ ഇതൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു, ഔട്ട്സൈഡ് സപ്പോർട്ട് കൊടുത്ത് ഒരു 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 സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അപ്പൊ അതിൽ പോലും ഈ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഓപ്പോസിഷൻ പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല. അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ ബാക്കിയുള്ള ഈ പറയുന്ന ഫ്രിഞ്ച് പാർട്ടീസിന്, റീജിയണൽ പാർട്ടീസിന് ഒരുമിച്ച് കൂടാനായിട്ടൊരു സന്തോഷം ഉണ്ടായി. കാരണം അദ്ദേഹത്തിന് ഇതിന് താല്പര്യമില്ല. പക്ഷെ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകേണ്ടതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധിയെ കിട്ടി, അതുകൊണ്ട് ഇവ എല്ലാവരും ഒരുമിച്ചു ഇതുവരെ ഉരുട്ടാൻ സാധിച്ചു. അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് ഒരു സാധ്യത. പക്ഷെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, ഈ ഒരു അരഗൻസ് എന്നൊരു വാക്ക് താങ്കൾ അതിനിടയിൽ പറഞ്ഞു. ആക്ച്വലി അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അരഗൻസ് പറയുന്നത് ഞാൻ അതിനെ ഒരു സെൽഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ പാരമ്യമായി. അതെ, അത് വെൻ യു സേ ദാറ്റ് യു നോ, ഒരു കറപ്ഷൻ എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി കറപ്റ്റ് ആയിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഒരു തലത്തിൽ അദ്ദേഹം കറപ്റ്റ് ആയിരുന്നു എന്ന് വേണം നമുക്ക് ചിലപ്പം ചിന്തിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അല്ല ഞാൻ ഈ പറയുന്നത്. അതായത് എന്ത് കാര്യത്തിലും അദ്ദേഹം പറയും ഞാൻ സത്യാഗ്രഹിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഹീസ് കീപ്പിംഗ് ദ എൻറ്റയർ നേഷൻ അണ്ടർ ദാറ്റ്. ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പോലെ അദ്ദേഹം ചെയ്തിരുന്നു. അതിൻ്റെ ഇൻറ്റൻഷനാണ് ഈ നമ്മളൊരു ക്രിമിനാലിറ്റി പറയുമ്പോൾ ഇൻറ്റൻഷനാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിലായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞെങ്കിലും, പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ പോലും, അതായത് ഗാന്ധി ആണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അദ്ദേഹത്തിന് പോലും ഒരുപാട് കാര്യങ്ങളിൽ ഈ വല്ലഭായ് പട്ടേലിൻ്റെ ആളുകൾ ചൂസ് ചെയ്തെങ്കിലും ജവഹർലാൽ നെഹ്റുവിനെ ആക്കണം എന്ന് പറഞ്ഞതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വാട്സപ്പിലാണെങ്കിൽ പോലും. അപ്പോൾ ഇത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത്, അല്ലാതെ ഇത് പറയുന്നത് JP നദ്ദയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ സുരേഷ് ഗോപിയോ അല്ല പറയുന്നത്. അദ്ദേഹം തന്നെ കേരളത്തിൽ വന്ന് മലയാളത്തിൽ ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ പലർക്കും അതിനകത്തൊരു ഒരു അറഗൻസ് ഉണ്ടോ എന്ന് തോന്നിപ്പോയതിൽ തെറ്റില്ല. ഒരുപക്ഷെ അഴിമതി ചെയ്യാത്ത രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ ഒരു ആത്മവിശ്വാസം തന്നെ അത് തന്നെയാണ് അതിനകത്ത് സന്ദേഹമില്ല. ഇങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ജനറലി ഒരാൾ കാണുമ്പോൾ ഒരാളുടെ ഒരു ഓവർ കോൺഫിഡൻസ് സീമിംഗ്ലി ലുക്സ് ലൈക്ക് അറഗൻസ്. ഇതെനിക്ക് തോന്നുന്നു അതൊരു ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. കാരണം ഇതൊന്നും നമുക്ക് ഇത് ഒബ്സർവേഷൻസേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു ഇത്രയും വലിയ മാസസിന്റെ ഇടയിൽ ഒരു ചോയ്സാണ്. അപ്പം കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട്സ് പെർസെൻറ്റേജ് കൂടിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വളരെയധികം സീറ്റ്സ് കുറഞ്ഞു എന്ന് പറയുന്നത് അപ്പൊ നാച്ചുറലി അതിനകത്ത് എന്തോ റീസൺ ഉണ്ട്. അപ്പൊ ആളുകൾ നരേന്ദ്രമോദിയുടെ തന്നെ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ ഇടിവല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് സർപ്രൈസിങ്. അതായത് അദ്ദേഹത്തിനെ പോലെ ഒരു ഋഷിതുല്യനായ അല്ലെങ്കിൽ കറപ്ഷൻ ഇല്ലാത്ത വേൾഡ് ലീഡേഴ്സ് അംഗീകരിക്കുന്ന ഒരാള് ഭാരതത്തിനെ നയിച്ചു എന്ന് ഈ സീക്രട്ടായിട്ട് ഒരുപക്ഷെ മല്ലികാർജുൻ ഖാർഗെ പോലും സമ്മതിക്കാവുന്ന ഒരു ആള്, ഒരു അന്ധമായ റിലീജിയസ് ഇതല്ലാതെ ഉള്ള ആളുകൾ എല്ലാവരും അദ്ദേഹത്തിനെ അംഗീകരിക്കും, പ്രവാസികളെ പോലുള്ള. അബ്സല്യൂട്ട്ലി. അപ്പോ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ സഡൻലി നമുക്കൊരു എന്താ പറയുന്ന ഒരു അറഗന്റ് ഒരു പോസ്റ്ററിങ് വന്നോ എന്ന് തോന്നിപ്പോ. അപ്പൊ അത് എഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തും നമുക്കൊരു മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യത്തോടെ എനിക്ക് പൂർണ്ണ യോജിപ്പ്. അത് ഈ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക്, പക്ഷെ അതിലും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധികളാണ്. തീർച്ചയായിട്ടും അതിലൊരു വീഴ്ച ഉണ്ടായോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കുമായിരിക്കും. പക്ഷേ ഇതിനൊരു മറുവശമുള്ളത്,
പ്രതിപക്ഷ മുന്നണി ഓഫർ ചെയ്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഓഫർ ചെയ്ത കാര്യങ്ങളാണ്. ഈ ഫ്രീ ബീസ് കൊടുത്ത്, കിറ്റ് കൊടുത്ത് അങ്ങനെയാണോ ജനാധിപത്യം പരിപോഷിപ്പിക്കേണ്ടത്? പാർട്ടികൾ അനുയായികളെയും വോട്ടും ഉണ്ടാക്കേണ്ടത്? ആ സംസ്കാരം എവിടെ വെച്ചെങ്കിലും നമുക്കൊന്ന് അവസാനിപ്പിക്കാം. അല്ല, ഇൻ എ ഡെമോക്രസി യു ഗെറ്റ് വാട്ട് യു ഡിസർവ്, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേജ്രിവാളോ മറ്റോ തുടങ്ങി വെച്ച ഇതാണ് ഫ്രീ വാട്ടർ. അവിടെയും ഈ പറയുന്ന ഒരു ഫോറിൻ ഇന്റർഫിയറൻസ്, ഒരു ഫോറിൻ ബൗദ്ധികമായ ഒരു സപ്പോർട്ട്. അപ്പൊ അവിടെ ഒരു ഇന്ത്യൻ സൈക്കിനെ വളരെ കൃത്യമായിട്ട് ഡേറ്റ അനലിറ്റിക്സിൽ പഠിച്ച് ഇവൻ എന്ന് പറയുന്നവർ ആളിനെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള സൈക്കോളജിക്കൽ, അതായത് താങ്കൾ എനിക്ക് തരുന്ന സൗജന്യത്തിൽ ജീവിക്കുന്ന ഒരാളായിട്ട് എന്നെ സൈക്കോളജിക്കലി മാറ്റുക. അബ്സല്യൂട്ട്ലി. അപ്പൊ അത് അല്ലാതെ ഇവിടെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന റിലീജിയസ് ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. ഈ റിലീജിയസ് ഗ്രൂപ്പുകൾ 3 ഒന്ന് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഓൾ ഓവർ ഇന്ത്യ, 2 ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, 3 കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമായ മാർക്സിസ്റ്റ്. ഈ 3 ഗ്രൂപ്പിലും അവരുടെ എല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒക്കുന്നതാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന്, ഒരു പെർട്ടിക്കുലർ ബൂത്തിൽ 2000 ചിലവാനം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും 100% മുസ്ലിം ബൂത്തായിരുന്നു. അല്ല, അത് UP-ലാന്ന്, റാംപൂറോ എന്തോ പറഞ്ഞൊരു സ്ഥലത്ത്. വാട്സപ്പിൽ വന്നാണ്, അതിന് ഞാൻ ഒരു കോട്ടായിട്ട് പറയുന്നതേ ഉള്ളൂ. അതിൽ ഏതാണ്ട് 500 പേർക്കോളം PM ആവാസ് യോജന പ്രകാരം വീട് കിട്ടി. ആ ബൂത്തിൽ BJPക്ക് കിട്ടിയത് 0 വോട്ട്സാണ്. 2, അധീർ രഞ്ജൻ ചൗധരിയുടെ ബെറാംപൂർ അങ്ങനെ എന്തോ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബംഗാളിൽ 1999 മുതൽ അദ്ദേഹമാണ് അത് അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 65% മുസ്ലിം പോപ്പുലേഷനാണ്. അപ്പോൾ യൂസഫ് പട്ടാൻ എന്ന് പറയുന്നൊരു ഒരു ക്രിക്കറ്റർ UP-യിൽ നിന്നോ മറ്റോ വന്ന് അവിടെ മത്സരിക്കുമ്പോൾ, അതായത് ഒരു രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡോ പാരമ്പര്യമോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഇമ്മീഡിയറ്റ്ലി വരുന്ന 1 ലക്ഷത്തിൽ പല വോട്ടിന് ജയിക്കുന്നു. അപ്പൊ ഇതെന്താ നമ്മൾ വാട്ട് ഇസ് ദാറ്റ്? കാരണം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ വ്യക്തമാണ്. ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത്, തെറ്റാണ് സർ. വെൻ ദേ ലുക്ക് അറ്റ് ഇറ്റ്, എന്റെ കൂട്ടത്തിൽ ഒരാൾ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് എങ്ങനെ അങ്ങേക്ക് പറയാൻ നോക്കും? അല്ല, തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുകിൽ ഇതെല്ലാം അങ്ങനെ ആയിരിക്കണം, ഇത് അങ്ങനെ ഇവിടുത്തെ വലിയ അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇലക്ട്രൽ പോളിറ്റിക്സും ഇതും തമ്മിൽ അവിടെ രണ്ടാമത്തെ പോർഷൻ അവിടെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ആ അരഗൻസോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ, രണ്ടാമത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എങ്ങനെ വിജയിക്കാമെന്നുള്ളത് പഠിച്ചേ വെക്കുള്ളൂ. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഈ വാഗ്ദാനങ്ങൾ വേണം. അപ്പം ഈ പൊളിറ്റിക്കലി അലൈൻഡ് ആയിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പ് തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ ആ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രീ ബീസ് കൊടുത്താലോ ആവാസ് യോജന കൊടുത്താലോ ഒന്നും രക്ഷപ്പെടത്തില്ല. മതമാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതെങ്ങനെ നമുക്ക് അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിജയിക്കാം. എനിക്ക് ഇപ്രാവശ്യം പ്രതിപക്ഷം അവര് ഇംപ്ലിമെന്റ് ചെയ്ത ഫോർമുല വളരെ വ്യക്തമാണ്. അതായത് ഹിന്ദുക്കളെ കാസ്റ്റ് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ, മറ്റുള്ളവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമാണ്. അപ്പൊ അത് ആ പൊളിറ്റിക്സ്, അതിന്റെ ഡേറ്റ, ഇതൊരു പക്ഷേ വേറെ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോ അതിനകത്ത് ഓപ്പൺ AI എന്ന് പറയുന്ന ChatGPT-യുടെ ഒക്കെ ഇത് ആളുകൾ വളരെ അത് ഓപ്പണായിട്ട് പറഞ്ഞു, ഇതിനെ ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി ഡീപ്പ് ഫേക്കുകൾ ഉണ്ടാക്കുകയും മറ്റും ഒരു ഇസ്രായേലി കമ്പനി ആന്റി BJP ആയിട്ടെന്നുള്ളത് ഓപ്പണായിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നതാണ്. അമിത്ഷായുടെ ഒരു ഓപ്പൺ ഈ AI ടൂൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു വീഡിയോ, വ്യാജ വീഡിയോ, OBC-കളുടെ ഒക്കെ എല്ലാവരുടെയും റിസർവേഷൻ എടുത്തു, അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി എന്നാ പറയുന്നത്. അപ്പോ എന്താണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്? അതാണ് പറഞ്ഞത്. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വെൽ സ്റ്റഡീഡ് ആയിട്ട്, നമ്മൾ 2014 എങ്ങനെയാണോ BJP പ്രിപ്പയർ ചെയ്തിരുന്നത്, ഇവരതുപോലെ പ്രിപ്പയർ. ഇന്ന് ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഡേറ്റ് ചെയ്യുന്ന അന്ന്
അന്ന് 3D ടെലിപ്രോംപ്റ്റർ വെച്ച് നരേന്ദ്രമോദി വരുന്നു. വലിയ സംഭവം. അപ്പം ഈ പറയുന്ന അത് ഒരു നെക്സ്റ്റ് AI ലെവലിലും ഡേറ്റ അനലിറ്റിക്സിലും ആ പറയുന്ന കാസ്റ്റ് ഇക്വേഷൻസിൽ ചെയ്താൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യാന്നുള്ളത് വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഓവർസീസിൽ നിന്ന് വരുന്നു. അത് തന്നെയാണ് UPയുടെ ആ ഒരു റിസൾട്ട് ഭീകരമായി. ശരിക്കും അയോധ്യ കയ്യിൽ നിന്ന് പോകുന്നു. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ്, മോദിയുടെ ഭൂരിപക്ഷം വാരണാസി. സ്മൃതി ഇറാനിയും അവരവിടെ എത്രയോ കാലമായിട്ട് 10 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ്. അവർ തോൽക്കുക എന്ന് പറയുന്നത് അവിടെയും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഒരു അറഗൻസ് അവിടെ ഉണ്ടായോ എന്ന് നമുക്ക് തോന്നിക്കണ്ടേ. കാരണം രാഹുൽ ഗാന്ധി ഇപ്പം വന്ന് എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി. 2, ഒരു പുതിയൊരാൾ കാൻഡിഡേറ്റ് വന്നപ്പോൾ ഇയാൾ രാഹുൽ ഗാന്ധിയുടെ ബാല്യക്കാരനായിരുന്നു എന്ന് പറയുന്ന ഒരു അധിക്ഷേപം. പക്ഷേ അവിടെ ഈ വീടാന്തരം അവരുടെ പേരുകൾ പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ എതിർ നിന്നിരുന്നത് എന്നുള്ളൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഇന്ന് അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കോൺവെർസേഷൻ ഒരുപാട് നീണ്ടുപോകാതെ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫീൽ ഇസ് ദാറ്റ് ഇതൊരു വേക്കപ്പ് കോൾ തന്നെയാണ്. എക്സാക്ട്ലി. നമ്മൾ മനസ്സിലാക്കി ഈ ഡീപ് സ്റ്റേറ്റും സോറസും നമ്മളെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ, നമ്മുടെ കൺമുമ്പിൽ കാണുക. ഇവരെന്തുകൊണ്ട് ഇത് കാണാതെ പോയി എന്നുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഇതൊന്നും എങ്ങനെ ബാധിക്കില്ല എന്ന് പറയുന്നത്. കാരണം ഈ ഫാർമ കമ്പനീസ് എഗൻസ്റ്റ് ആണ്, വളരെ എഗൻസ്റ്റ്. കാരണം ഈ വാക്സിന്റെ ആ ഡിപ്ലോമസിയും മറ്റുമൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പം ടോട്ടലി ഒരു കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുന്ന. കാരണം ഇദ്ദേഹം ഒന്ന് പതുങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ. ഇതിനിടയിലുണ്ടായ ചില രജത രേഖകളും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഒഡീഷ പോലെ ഒരു സംസ്ഥാനത്ത് ആബ്സലൂട്ട് മെജോറിറ്റിയോടുകൂടി ഭരണം പിടിക്കുക എന്നുള്ള ഒരു വലിയ സംഭവം തന്നെയാണ്. മറ്റ് 2 സംസ്ഥാനങ്ങളിൽ സഖ്യത്തിൻ്റെ സഹായത്തോടു കൂടി ഭരണത്തിൽ പങ്കാളികളാകുന്നു. ഇതിനൊക്കെ അപ്പുറം കേരളത്തിലുണ്ടായ ഒരു വലിയ ഷിഫ്റ്റാണ്. ഒരു ജനാധിപത്യത്തിലെ വോട്ട് പെർസെന്റേജ് ഒന്നും ഞാൻ അതിങ്ങനെ അല്ലെങ്കിൽ പോലും, പക്ഷെ അതല്ല ഒരു ഗ്രോത്തിന്റെ. കാരണം കേരള ഈ പാർട്ടിക്ക് പറ്റിയതല്ല. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേരളത്തിൽ നേരിട്ട പാർട്ടി BJP ആണ്. നിങ്ങൾ ഈ ചാണകം എന്നുള്ള വിളി മാത്രമല്ല, ഈ പരിപ്പ് ഇവിടെ വേവത്തില്ല. ഒരിക്കലും കേരളത്തിൽ നിങ്ങൾ അവിടെ നിന്നാണ് കൺവിൻസിംഗ് ആയ ഭൂരിപക്ഷത്തോടു കൂടി ഒരാൾ ജയിക്കുന്നു. മറ്റ് പല ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 റിലീജിയൻസ്, ഇസ്ലാം, ക്രിസ്ത്യൻ, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, വാട്ട് എവർ യു കോൾ ഇറ്റ്, ഈ 3 റിലീജിയനിലെ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരെണ്ണം അലൈൻ ചെയ്യാതെയോ, അതായത് കമ്മ്യൂണിസം ബ്രേക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ഓർ ക്രിസ്ത്യൻ ഗ്രൂപ്പ് BJP അലൈൻ ചെയ്യാതെ ഡെമോഗ്രാഫിക്കലി നമുക്ക് ഇമ്പോസിബിളാണ്. കാരണം ഇവിടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% ടോട്ടൽ ഇലക്ടറേറ്റ് ആണ് പോൾ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 14 ലക്ഷം ഇലക്ടറേറ്റിലുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന ആളുടെ. അപ്പോൾ ഈ 25%-ലെ ഒരു 5% ന്യൂട്രൽ വോട്ട് മാറ്റിയാൽ ഏതാണ്ട് 20% ഉള്ളൂ BJPക്ക് അവകാശപ്പെടാവുന്ന വോട്ട്. അത്രയും തന്നെ. അല്ല, ഞാൻ പറയുന്നത് ഈ ഗ്രോത്ത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 20% ആണ്. ബാക്കി ആ 20% ഒരിക്കലും വിജയിക്കില്ല. അപ്പം ഒന്നുകിൽ നമ്മളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കോൺഫിഡൻസിലെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിശാലമായിട്ട് ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് ഇലക്ടറൽ പൊളിറ്റിക്സിൽ നമുക്ക് ഒരിക്കലും വിൻ ചെയ്യാൻ ഒക്കില്ല എന്നുള്ളതിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് നരേന്ദ്രമോദി. ഇന്ന് അദ്ദേഹം ഒരു വൻമരമായതുകൊണ്ട് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റി. സത്യം, അതിജീവിച്ചത് തന്നെ വളരെ വലിയ. അതാ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതി ഞാൻ, ഇത് അതിജീവിച്ചത് അങ്ങനെ ഒരു വലിയ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വൻ ലോബിയാണ്. അതിന്റെ വേരുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഘടനാ കരുത്ത്. ഈ 2 കാര്യങ്ങൾ, ഒരു നല്ല സ്ട്രോങ് സ്റ്റോഞ്ച് ലീഡർ വിത്ത് എ സ്ട്രോങ് റൂട്ട്സ് ഓഫ് ദ സംഘ്, ഇത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന
പൊളിറ്റിക്കലി ഇതിനെ എങ്ങനെ അലൈൻ ചെയ്യാം. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു അണ്ണാമല എന്ന് പറയുന്ന ഒരു വലിയ പഠിത്തവും ഇതും പവർഫുൾ ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ അണ്ണാമലയെ പോലെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളെ കൊള്ളില്ല എന്നുള്ളതല്ല, പക്ഷെ എന്നാൽ മറ്റേ അദ്ദേഹം ഒരു എക്സ്യൂബറൻ. പക്ഷേ അവിടെ ടാക്ടിക്കലി എനിക്ക് തോന്നുന്നത് AIADMK, എനിക്ക് തോന്നുന്നു ഗുരുമൂർത്തി ജി ഒക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. AIADMKയും BJP അലൈൻ ചെയ്തിരുന്നെങ്കിൽ 8 or 10 സീറ്റ് വന്നേനെ. ഇപ്പൊ പൊൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ തമിഴിസൈ മുരുകൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു വോട്ടും കൂടെ ചേർന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു ഇതുണ്ടായിരുന്നേനെ. ഒരു വളരെ ശക്തമായ ദ്രാവിഡ ഒരു എന്താ പറയുന്നത്, അതിനൊരു റൂട്ട്സ് ഉള്ള ഒരു സംസ്കാരമാണത്. പെട്ടെന്ന് നമുക്കൊരു ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന് വന്ന ഇതിനോട് ഇതൊരു ഏലിയനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഏലിയൻ ഇത് ഫീൽ ചെയ്യുന്നു. 2, ഇപ്പം ഈവൻ UP പോയാൽ പോലും BSP പോലെ മായാവതിയുമായിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അവര് ഡെസിമേറ്റഡുമായി ഇവിടെ ഒരുപാട് സീറ്റ്സ്. കാസമഞ്ഞൻ BSPയുടെയും BJPയുടെയും കൂടെ വോട്ട്സ് കമ്പൈൻഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ 65 സീറ്റ് 100%. എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്താണ് മായാവതിയെ ഇങ്ങനെ നിഷ്ക്രിയമായി മായാവതി പോയത്? ഈ പറയുന്ന AIADMK മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ തോൽവി അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ പരാജയം എന്നുള്ള വാക്ക് എനിക്ക് അത്ര പരാജയമല്ല. പക്ഷെ തമിഴ്നാട് പോലെ ഒരു സ്ഥലത്ത് കിട്ടേണ്ടത് കിട്ടാതെ പോയത്, ഞാൻ ഓൾ ഇന്ത്യ ലെവൽ പരാജയം എന്നല്ല പറഞ്ഞു. കാരണം 8-ാം തീയതി അടുത്ത സർക്കാർ വരികയാണ്. സർക്കാർ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തീർന്നു. പക്ഷെ അതല്ല. പക്ഷെ നമ്മൾ കിട്ടേണ്ട കുറേ സീറ്റുകൾ, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള സീറ്റുകൾ ഡെഫിനറ്റ് ആയിട്ട് പ്രതീക്ഷിച്ചതാണ്. ഒരു 4 സീറ്റെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഇപ്പൊ കേരളം നമുക്കറിയാം 3 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ വിജയമാണ്. പക്ഷെ ഒരു സീറ്റ് കിട്ടിയത് തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഈ പറയുന്ന ലീഡർഷിപ്പിനും ഈ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും കൊടുക്കേണ്ട. കാരണം ഇത്രയും നെഗറ്റിവിറ്റിക്കിടയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇല്ലേ, ഇതൊരു വലിയ സംഭവമാണ്. ഇനി എൻ്റെ അടുത്ത ചോദ്യം 2029 ഇനി അടുത്ത 5 വർഷം ഇതുവരെ ഉരുട്ടിക്കൊണ്ട് വന്ന ഈ പ്രതിപക്ഷ ഐക്യം അതുവരെ ഓടുമില്ല. ഇനി ഓടില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം, അൺലെസ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇവരാരും എന്ത് ഇതിലാണ് കൂടെ നിൽക്കേണ്ടത്? അതെ. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ഏതാണ്ട് കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ റീസൺ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാക്കി 100 സീറ്റ്സോ 99 സീറ്റ്സോ വന്നിട്ടുള്ളത് ഈ പറയുന്ന മറ്റവരുടെ ചാരിറ്റിയോ ഡോൾ ഔട്ടോ ആണ്. അതെ 100%. അഖിലേഷ് യാദവ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? അപ്പൊ ഇതുപോലെ ഇവരെല്ലാവർക്കും എന്താ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന? ഇവർക്ക് ഒന്നുമില്ല. അപ്പൊ കർണാടകത്തിൽ നിന്ന് എന്തെല്ലാം കൊടുക്കാൻ നോക്കും? അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഇനി നാളെ UPയിലാണെങ്കിൽ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കോൺഗ്രസ്? UP ആസ് എ സ്റ്റേറ്റ് നാളെ സ്റ്റേറ്റ് ഇലക്ഷൻസിന് പോകുമ്പോൾ ഇവർക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഏതാണ്ട് നത്തിങ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ നാച്ചുറലി അഖിലേഷ് വിൽ നോട്ട് നീഡ് രാഹുൽ ഗാന്ധി there. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട, ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഈ പാർട്ടികളെല്ലാം ഇപ്പൊ മുലായം സിംഗ് യാദവ് ആയിരുന്ന കാലത്തുള്ള പാർട്ടി ഉൾപ്പെടെ ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ BJPയോടൊപ്പം അലൈൻ ചെയ്തവരാണ്. അതെ. അപ്പൊ അത് നാളെ അവർക്ക് മാറാൻ വേണ്ടി വന്നാൽ മാറാവുന്ന കാര്യമാണ്. പിന്നെ ഈ കോൺഗ്രസിന്റെ ആഘോഷത്തിൽ എനിക്ക് ഇതുവരെ ഒരു കാര്യം പിടികിട്ടിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഞങ്ങൾ എന്തോ കിങ് മേക്കർ ആണെന്നുള്ള രീതിയിൽ ഇവരെ 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 2014 ഇവർക്ക് 42 സീറ്റോ മറ്റോ 44. ഇപ്പോ 10 വർഷം ഭരിച്ചിട്ട് BJPക്ക് ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുമ്പോഴും ഇവരെല്ലാം കൂടെ ചേർന്നതിനേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അതെല്ലാം നമ്മുടെ ഇതിനകത്ത് this is a wake up fall for BJP and NDA. Exactly. 2, ഈ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഓഫ് പവർ ബീങ് കോൺസെൻട്രേറ്റഡ് അണ്ടർ ദ PMO. അത് ഒരു ഇന്നലെ തന്നെ പ്രസംഗത്തിൽ അത് NDA ഭാജപ സർക്കാർ എന്നുള്ളതിൽ നിന്ന് മാറി NDA എന്നുള്ള ഇതായി. അപ്പോൾ കുറെ കൂടി ഇൻക്ലൂസീവായി. അദ്ദേഹത്തിന് ഒരു റീതിങ്കിങ്ങിനും അല്ലെങ്കിൽ ഒരു റീകാലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ 2047 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇതിലോട്ട് പോകുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല. ഇതൊരു എന്താ പറയുന്ന, ഈ
10 വർഷം ഭരിച്ചു കഴിഞ്ഞ് ഭരണം പോയ ഒരു ഇതാണ് നമ്മുടെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആർക്കും അങ്ങനെ ഒരു തേർഡ് ടേം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് എന്ന് പറയുന്നത്, അപ്പൊ ഇദ്ദേഹത്തിന് സംഭവിച്ചത് ഇതൊരു തോൽവി അല്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ആ 272+ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി ഒരു സിറ്റ് ബാക്ക് ആൻഡ് ഒരു തോട്ട് പ്രോസസ് ഇതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ ലൈവ്ലിഹുഡിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് ഇക്വേഷൻസിന്റെ കാര്യങ്ങളും തൊഴിലില്ലായ്മ, പൊളിറ്റിക്കൽ അലൈൻമെന്റിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ നോക്കുമ്പോൾ അടുത്ത ഇലക്ഷൻസും മറ്റുമൊക്കെ, കാരണം ഇത് വളരെ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ UCC കോമൺ സിവിൽ കോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡ്രീമാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എർത്ത് ഷാറ്ററിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നു. ഒരുപക്ഷെ അതൊക്കെ ഓൺ ഹോൾഡാണ്. അതാണ് ഇതിനകത്ത് ഏക ഒരു പ്രശ്നം. ഇനി ഒരു ഈ പറയുന്ന പോലെ ലോകരാജ്യങ്ങൾ നമ്മൾ ഒരു മാർച്ച് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമ്മളൊരു നെക്സ്റ്റ് ഒരു എക്കോണമി. അപ്പൊ ഇതിനകത്തെ നമ്മൾ വീക്ഷിക്കേണ്ടത് ഈ പറയുന്ന 2 ഫോഴ്സസ് ഉണ്ട്. ഈ ബീഹാറിലെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെയും നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ, ഇവർ രണ്ടുപേരും. പക്ഷെ ചന്ദ്രബാബു നായിഡു ഐ എം വെരി കോൺഫിഡൻറ്റ്, കാരണം അദ്ദേഹം ഒരു പ്രോ ഫാസ്റ്റ് ഡെവലപ്മെന്റും മറ്റുമൊക്കെ ഇത് ചെയ്തിരുന്ന ഒരാളാണ്. നിതീഷ് കുമാറിന്റെ കാര്യത്തിലേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പഴയ ഒരു വീര്യമോ ശൗര്യമോ ഇല്ല. അപ്പോ കിട്ടേണ്ടത് അദ്ദേഹത്തിന് ഒരു ഹി പോസിബിളി നോസ് ബീഹാർ ഇസ് ഹിസ് ഡൊമൈൻ എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തിനോ അല്ലെങ്കിൽ ഈ പ്രോഗ്രസ്സോ ഡെവലപ്മെന്റ് സ്മൂത്ത് സെയിലിംഗ്. ഇപ്പൊ നാളെ എനിക്ക് മറ്റേ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വേണം എന്ന് പറഞ്ഞ ഗഡ്കരി ചെയ്യുന്ന പോലെ ചെയ്യാൻ ഒക്കില്ല എങ്കിലൊക്കെയുള്ള ആ ഒരു അൺസർട്ടനിറ്റി മാത്രമേ ഇനീഷ്യലി ഉള്ളൂ. പക്ഷെ ഗോയിങ് ഫർദർ ഫോർവേഡ് എനിക്ക് ഇതിനകത്തൊരു വലിയ മാറ്റമില്ല. പക്ഷേ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇത്രയും 10 വർഷം ഓടിയതിന്റെ ആ ഒരു തീർച്ചയായിട്ടും എല്ലാ പോസിറ്റീവായ കാര്യങ്ങൾ കാണുമ്പോഴും അതിന്റെ അവസാനം ഒരു പക്ഷേയുണ്ട്. ആ പക്ഷേയാണ് ഈ തെരഞ്ഞെടുപ്പ് തന്ന ഏറ്റവും വലിയ പാഠം. ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ഇത് തന്നെയാണ്. എത്ര ശക്തനായ നേതാവായാലും, എത്ര വലിയ നേതാവായാലും, എത്ര വലിയ വിജയമായാലും ആൾക്കാരെ ഇരുത്തി ഒന്ന് ചിന്തിക്കാനും അവർ സ്വയം ഒന്ന് അനാലിസിസ് നടത്തി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിക്കാനുമുള്ള ജനങ്ങളുടെ ശക്തി അത് തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, മോദി ഏകാധിപതിയാണ്, ഫാസിസ്റ്റ് ആണ്. എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോർപ്പറേഷന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ ഒരു വർഷം. അപ്പൊ അവരുണ്ടാക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഇപ്രാവശ്യം പഴി കേട്ടില്ല. ഓർക്കാതെ പോയ ഒരു പോയിന്റാണ്. അങ്ങനെ EVM രക്ഷപ്പെട്ടു, NDA സർക്കാർ തുടരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയും. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.